ഇതാ നമ്മളെ ദുബായിൽ ഇതാ അതിശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഇതാ നമ്മളെ റോഡ് സൈഡിലൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇതാ വെള്ളമൊക്കെ വന്നിട്ട് അത്യാവശ്യം നന്നായി ഒലിച്ചുകൊണ്ടിരിക്കുവാണ്. ഇതാ നമ്മളിപ്പോൾ ഒന്ന് പുറത്തിറങ്ങിയ സമയത്ത് തന്നെ പല റോഡുകളും വെള്ളത്താൽ ഇങ്ങനെ മുങ്ങപ്പെട്ടിട്ടുള്ള നിലയിലായിരുന്നു. പലയിടത്തിലും വണ്ടികൾ സ്റ്റക്കായി ഫ്ലഡ് എഫക്റ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനൊക്കെയാണ് ഇതാ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഇതാ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ തന്നെ കാണാം, ഓരോ മഴത്തുള്ളി എന്ന് പറയുന്നത് അത്രയും വലിപ്പത്തോടു കൂടിയുള്ള മഴത്തുള്ളികളാണ് ഇങ്ങനെ താഴോട്ട് പതിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളെ മെയിൻ റോഡ് സൈഡിലൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിയുടെ വണ്ടികളും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഫുള്ള് കയറ്റിയിട്ട് ഇടാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം അത്രയും ആർട്ടിയുടെ ഗവൺമെൻറ് ടാക്സികളും ഇതൊക്കെ വന്നിട്ട് റോഡ് സൈഡിലും ഈ പാർക്കിങ്ങിലൊക്കെ ഫുള്ള് കയറ്റിയിട്ടിട്ടാണുള്ളത്. നല്ല മഴയാണല്ലോ. അമ്മ പറയുന്നത് പറഞ്ഞാല് ദുബായില് വല്ല മഴയത്തൊന്ന് പോകാൻ പറ്റിയതിന് ഭാഗ്യല്ല. അതെ, ദുബായ് എയർപോർട്ടിൽ വന്ന് ഇറങ്ങുമ്പോ അന്ന് മഴ നിന്നതാ. ആ മഴ ഇന്നലെ രാത്രിയാണ് പിന്നെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെ, ഇന്നലെ രാത്രിയോട് കൂടിയിട്ട് ഇതാ നമ്മളെ ഗവൺമെന്റ് ദുബായ് ഓൾറെഡി നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു അതിശക്തമായ മഴ ഇന്ന് ഉണ്ടാവുമെന്ന്. പക്ഷെ നമ്മളെ അച്ഛൻ എന്താ തോന്നിയത്, ആ സ്കൂളുകൾക്കൊക്കെ അവധി, അച്ഛൻ എന്താ തോന്നിയത് നമ്മളെ നാട്ടിൽ പറയുന്ന പോലെയാണോ ഇവിടെ? നാട്ടില് ഇന്ന് ശക്തമായ മഴയും കാറ്റും ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് ചിലപ്പോ ഉണ്ടാവും. അല്ലെങ്കിൽ അത് അരിയ വരിയ പോയിട്ടുണ്ടാവുമല്ല, അരിയ വരിയ പോയിട്ട് തീരെ ഉണ്ടായിട്ടുണ്ടാവുമല്ല. പക്ഷെ ഇവിടെ പറഞ്ഞാല് പറഞ്ഞ പോലെ അല്ല. അതേ സമയത്ത് അവധി പ്രഖ്യാപിച്ച ദിവസം നോക്കുമ്പോൾ ചിലപ്പോൾ മഴ ഉണ്ടാവില്ല. അവധിയും കഴിഞ്ഞിട്ട് സ്കൂൾ പോകുന്ന ദിവസമായിരിക്കും പിന്നെ മഴ പെയ്യുക. അതാ നമ്മളെ നാട്ടിലെ സ്ഥിതി. എന്തായാലും നമ്മളൊന്ന് ജസ്റ്റ് ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പുറത്തിറങ്ങിയതായിരുന്നു. പക്ഷെ പുറത്തിറങ്ങിയ സമയത്ത് നമുക്ക് മനസ്സിലായ കാര്യം എന്നാൽ തീരെ ആരും പുറത്തിറങ്ങാത്തതാണ് ഏറ്റവും നല്ലത്. കാരണം അത്രയും വേഴ്സ്റ്റാണ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതാ നമ്മൾ വണ്ടിയും കാര്യങ്ങളൊക്കെ സൈഡാക്കിയിട്ട് ഇനിയിപ്പോൾ എന്താ നേരെ വന്നിട്ട് ഫ്ലാറ്റിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. ശരിക്കും പറഞ്ഞാൽ ഫ്ലാറ്റിലേക്ക് കയറാൻ പറ്റാത്ത അവസ്ഥയിലാണുള്ളത്. അതാ നമ്മളെ ഫ്ലാറ്റ് തൊട്ടപ്പുറത്താണെങ്കിൽ കൂടെ ഈ മഴയുടെ ശക്തി കാരണം നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. അതേപോലെ തന്നെ എന്താ കുടയൊക്കെ വന്നിട്ട് ഇങ്ങനെ കാറ്റ് പിടിക്കുന്നതാണ്, മലന്നു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാ ഈ കാണുന്ന തൊട്ടപ്പുറത്താണ് നമ്മളെ ഫ്ലാറ്റ്. പക്ഷെ സ്റ്റിൽ ആ ഫ്ലാറ്റിനോട് ചേർന്നുള്ള മറ്റൊരു ഫ്ലാറ്റിൻ്റെ കോറിഡോറിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ചൂട് കാണോ അല്ല, നാട്ടിലത്തെ ചൂട് കാണോ. വാ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാ. വാ, ഓരോരുത്തരായിട്ട് പതിയെ പോവാ. അമ്മ ആദ്യം വാ. വേണ്ട ഞാൻ കൂട്ടാൻ വരാം. നനഞ്ഞു പോച്ചാ വെള്ളമെല്ലാം ഒഴുകുന്നുണ്ടോ അല്ലേ? അയ്യോ, നമ്മളെ തൊട്ടപ്പുറത്തെ ഫ്ലാറ്റിന്റെ അവിടെയുള്ള പാർക്കിംഗ് സ്പോട്ടൊക്കെ എന്താ നിങ്ങൾ കാണുന്നത്? അതാണ് ഇവിടെ എല്ലാമേ. യെസ്, അങ്ങനെ നമ്മളെ ഫ്ലാറ്റിന്റെ എൻട്രൻസിലേക്ക് എത്തിയിട്ടുണ്ട്. അമ്മ ഇവിടെ കയറിയിട്ട് ആ സോഫയിലിരിക്കും. അച്ഛനെ കൂടി ശരി കയറി അല്ലേ കഴിക്കും. അങ്ങനെ നമ്മളെ അമ്മേനെ ആദ്യം ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അച്ഛനെ കൂട്ടാൻ വേണ്ടി പോവാണ്. ശരിക്കും എന്താ നമ്മളെ ഫ്ലാറ്റിൽ തന്നെ വരുന്ന വെള്ളമാണെന്താ നിങ്ങൾ ഈ കാണുന്നത്. ഒരു പൈപ്പ് വെച്ചിട്ട് അവർ നേരെ റോഡിലേക്ക് ഒഴുക്കി വിടുവാണ് നമ്മളെ വെള്ളം. അവിടെയുള്ള വണ്ടികളൊന്നും ഇല്ല, ഇവിടെ വലിയ പ്രശ്നം ഉണ്ടാവില്ലെന്ന് തോന്നുന്നില്ല. നമ്മളെ വണ്ടി കുറച്ചും കൂടി ഒന്ന് കയറ്റത്തിൽ വെച്ചോണ്ട് അങ്ങനത്തെ ഒന്ന് പേടിക്കണം. റെഡിക്ക് വന്നാല് നമ്മളെ ഫ്ലാറ്റിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന വെള്ളം നോക്ക്. അതിന്റെ ഫ്ലോറിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന വെള്ളം ശക്തിക്ക് പുറത്തേക്ക് അടിക്കുന്നുണ്ടല്ലോ. വണ്ടികളെല്ലാം വന്നിട്ട് ആൾക്കാരെ കൂട്ടിക്കൊണ്ട് പോകണം. പക്ഷേ ഈ വണ്ടികളൊക്കെ എങ്ങനെ പോകുന്നുള്ള കാര്യത്തിലാണ് ഏറ്റവും വലിയ ഡൗട്ട്. അതേപോലെ തന്നെ ഈ റോഡിലേക്ക് വരുന്ന ഈ മെയിൻ എൻട്രൻസ് ആയിട്ടുള്ള ആ ഒരു ജംഗ്ഷനൊക്കെ ഫുള്ള് വെള്ളത്തിലാണുള്ളത്. അപ്പോൾ അത്തരം കാഴ്ചകളൊക്കെ അമ്മ വന്നിട്ട് വരുന്ന സമയത്ത് തന്നെ നമ്മൾ വീഡിയോയിൽ കുറേ എടുത്തിട്ടുണ്ടായിരുന്നു. അമ്മേ ബാ, നനഞ്ഞല്ലോ.
അച്ഛന് പുറയിലും നല്ലോണം നഞ്ഞ്. അമ്മ അങ്ങനെ നഞ്ഞിക്കില്ലല്ലോ. അങ്ങനെ ഇതാ നമ്മളെ ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്തേക്ക് ഇതാ നമ്മളെ താഴെ നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണിത്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ചെറിയ മക്കളൊക്കെ വന്നിട്ട് സൈക്കിളൊക്കെ എടുത്തിട്ട് ഈ മഴേനെ അങ്ങനെ ആസ്വദിക്കുന്നുണ്ട്. എന്തെന്ന് വെച്ചാ കുഞ്ഞു മക്കളല്ലേ നമ്മളെ ഡ്രസ്സിന്റെ ഏതെല്ലാം നന്ദി തോന്നലല്ലേ. മഴ ഒന്നും കുറഞ്ഞല്ലോ അല്ലേ, ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട്. ആയ സമയം തന്നെ ഇതാ നമ്മളെ നേരെ ഓപ്പോസിറ്റുള്ള റോഡ് നമുക്കിവിടെ നോക്കിയാൽ കാണാൻ കഴിയുന്ന കാഴ്ച എന്ന് പറഞ്ഞാല് ഏകദേശം നന്നായിട്ട് വെള്ളം കയറിയിട്ടുണ്ട്. അയ്യോ, ആ റോഡ് വെച്ച് നല്ലോണം വെള്ളം കയറി അല്ലേ അവിടെ. പക്ഷെ എന്നാലും വണ്ടി ചെറുതായി പോവാം, എഞ്ചിന്റെ അങ്ങോട്ടൊന്നും കാര്യമില്ല. നമ്മളെ വണ്ടി കുറച്ച് നേരത്തിൽ വെച്ചിട്ടുണ്ട്. എത്ര ചീത്ത വെള്ളമായിരിക്കും. പ്ലാസ്റ്റിക്കിന്റെ ബോട്ടിലിട്ടാ കുറെ ആൾക്കാർ സ്കൂളിനെല്ലാം ഓൾറെഡി അവധി കൊടുത്തുകൊണ്ട് തന്നെ ഇതാ നമുക്കിവിടെ നോക്കിയാൽ കാണാം. സ്കൂളിൻ്റെ മുറ്റത്തെ ബസ്സുകളൊക്കെ അതേപോലെ കിടക്കുന്നുണ്ട്. സ്കൂളൊക്കെ ക്ലോസ് ചെയ്തിട്ടാണുള്ളത്. അതേസമയം തന്നെ മറ്റൊരു സൈഡിലാണെന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ വണ്ടികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് മറ്റൊരു കാഴ്ചയും കൂടി നമുക്കിവിടെ കാണാം. അല്ല എന്നിട്ട് മൊത്തത്തിൽ എന്താ തോന്നിയേ? ദുബായ് മഴയും കേരളത്തിലെ മഴയമ്മേ? ദുബായില് മഴ പെയ്താ റോഡ് ഫുള്ളായിട്ട് ബ്ലോക്കായിട്ടല്ല, വെള്ളം നിറഞ്ഞിട്ട് ഒരു വണ്ടിക്കും പോകും. നമ്മളവിടെ എല്ലാം പറഞ്ഞാല് നമ്മുടെ നാട്ടില് കേരളത്തില് വെള്ളം അത്ര പെട്ടെന്ന് അടിച്ച കാര്യമില്ല. പക്ഷെ ഇപ്പോൾ റോഡ് വർക്ക് നടക്കുന്ന സമയത്ത് ഇതിങ്ങനെ ഭാഗമെല്ലാം ഇതിങ്ങനെ മൂരാട് ഭാഗമെല്ലാം നല്ലോണം വെള്ളം. പക്ഷെ ഇപ്പൊ അതും മാറിയിട്ടുണ്ടാവും. ശരിക്കും പറയാച്ചാല് ഞാൻ ഇങ്ങനെ പോകുന്നില്ല, അങ്ങോട്ട് ഭയങ്കര പേടിയായിപ്പോയി. വെള്ളം ഇങ്ങനെ വരുന്നതാണ്. ആ കാഴ്ച കണ്ടില്ല, നല്ലൊരു ഇത് തോന്നില്ല. ഞാൻ ചോദിച്ചുമ്പോഴാ വണ്ടി വെള്ളത്തിൽ മുങ്ങി. വെള്ളത്തിന് മുങ്ങാനോ? അതിന് മുങ്ങാത്ത റോഡുകളിലൂടെ പതിയെ ഈ അടുത്തേക്ക് പോകുന്നോണ്ട് നമ്മള് അങ്ങനെ മുങ്ങിട്ട് ഒരുപാട് വണ്ടികൾ വന്നിട്ട് നമ്മൾ വന്നിട്ട് റോഡിൽ വെള്ളത്തിലൊക്കെ മുങ്ങിയിട്ടുള്ള കാഴ്ചയൊക്കെ കാണാൻ പറ്റില്ല. അച്ഛാ ദുബായ് മഴ നല്ലോണം കണ്ട് ആസ്വദിച്ചേ. പാവോ, ഓരോ എത്ര വണ്ടിക്കാരുന്ന് വെള്ളത്തിൽ മുങ്ങിയിട്ട് കിടക്കുന്നുണ്ടാന്ന് അറിയാം ഞങ്ങള്. അങ്ങനെ സങ്കടമുണ്ട്. പക്ഷെ ഇതെല്ലാം കാണുന്ന എനിക്ക് നാട്ടിൽ ഓർമ്മ വരുന്നേ. നാട്ടിലെ ചൂട് കൊണ്ടമ്മ നാട്ടിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നാട്ടിലുള്ള മക്കൾക്കെല്ലാം ഒരു ആശ്വാസം അല്ലേ? ആടെ കണ്ട മറ്റേ കാറിന്റെ ഉള്ളി കളിക്കുന്ന അച്ചോട്ടോ നോക്ക്, ഉള്ളി കളിക്കുന്നുണ്ട് കേട്ടാ. പാർക്ക് കാട്ടുന്നുണ്ടല്ലോ. ഇനി എടുക്കണ്ട പോലെ ഫോട്ടോ സൈഡാക്കിയ പോലീസ് ഉണ്ടെങ്കിൽ അത് മതി.